الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت عليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ശാസ്ത്രീയമായും സാങ്കേതികമായും ശ്രദ്ധേയമായ വികാസം നേടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. ഏറ്റവും എന്ന് പറയുന്നില്ല, കാരണം ഏതോ ഒരു കാലത്ത് സയൻസിലും ടെക്നോളജിയിലുമൊക്കെ മനുഷ്യൻ ഇതിനേക്കാൾ വളർന്നിരുന്നോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അറിയാത്ത ഒരു കാര്യത്തെ നിഷേധിക്കേണ്ട കാര്യവുമില്ല. എന്തായാലും നമ്മുടെ വിശദമായ അറിവിൽപ്പെട്ടിടത്തോളം മനുഷ്യൻ ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതി ഭൗതികമായി നേടിയെടുത്ത ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. പക്ഷെ അതേസമയം ആ പുരോഗതിയെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുമ്പോഴൊക്കെ മൂക്കാകാശത്തും മൂടുവെള്ളത്തിലും എന്ന ഒരു പഴമൊഴി നമുക്ക് ഓർമ്മിക്കേണ്ടി വരുന്നു. കാരണം മനുഷ്യന്റെ വികാസം വളരെ വളരെ ഉയരത്തിലേക്ക് പോകുന്തോറും അതിന്റെ ഒരു മറുവശം നമ്മെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ശാസ്ത്രീയമായും സാങ്കേതികമായും എത്ര ഉയരുന്നുവോ മറുവശത്ത് മാനവികമായി സാംസ്കാരികമായി മനുഷ്യൻ അത്രമേൽ കീഴ്പോട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വേദനിപ്പിക്കുന്ന ഒരു വൈരുദ്ധ്യമാണിത് എന്ന് നമ്മൾ ചിന്തിക്കണം. അന്യഗ്രഹങ്ങളിലേക്ക്
മനുഷ്യൻ ഉൾപ്പെട്ടും ഉൾപ്പെടാതെയുമുള്ള പേടകങ്ങൾ അയക്കുന്ന ഒരു കാലമാണ്. സൂര്യനിലേക്ക് വരെ പേടകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നാസയുടെ ആഭിമുഖ്യത്തിൽ. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒരു ബഹിരാകാശ പേടകം വിക്ഷേപിക്കുകയും സൂര്യന്റെ ബാഹ്യമണ്ഡലത്തിലെത്തി കത്തിക്കരിഞ്ഞു പോകുമെന്ന് ഉറപ്പാണ്. പക്ഷേ കത്തിയെരിയുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ അതില്ലാതാകുന്നതിന് മുമ്പായി സൂര്യനെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ ഭൂമുഖത്തേക്ക് അയക്കാൻ പറ്റുന്ന ഒരു ബഹിരാകാശ പേടകത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നാസ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ മനുഷ്യൻ പുരോഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതേസമയം ഞാൻ സൂചിപ്പിച്ചതുപോലെ മാനവികമായി മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലി. ഈ അധപ്പതനം, ഈ വൈരുദ്ധ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്യഗ്രഹങ്ങൾ മനുഷ്യന് ജീവിക്കാൻ അധിവാസയോഗ്യമാണോ എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ വാസയോഗ്യമല്ലാതാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അധർമ്മങ്ങളിലൂടെ, തിന്മകളിലൂടെ. വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമ്മൾ കേരളീയർ പ്രബുദ്ധരാണ്, നമ്മൾ നല്ല വിദ്യാസമ്പന്നരാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അതേസമയം നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ വിദ്യാഭ്യാസത്തിലും ഈ ഭൗതികമായ സൗകര്യങ്ങളിലുമൊക്കെ ഉയർന്ന നിലവാരം അവകാശപ്പെടുന്ന അതേ കേരളീയന്റെ മറ്റൊരു ചിത്രം എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ കുടിച്ചു കൂത്താടി കുടുംബത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളീയനെ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ കിട്ടിയ കാശിന് വിഷക്കള്ളു മോന്തി തെരുവോരത്തോ ഓടകളിലോ മരിച്ചൊടുങ്ങുന്ന മലയാളിയെ നമ്മൾ കാണുന്നു. മനുഷ്യൻ ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും സാങ്കേതികമായും ഒക്കെ ഉയരുന്തോറും മാനവികമായും സാംസ്കാരികമായും അങ്ങേയറ്റം താഴേക്ക് കീഴ്പോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യപാനം പോലുള്ള, ചൂതാട്ടം പോലുള്ള, വ്യഭിചാരം പോലുള്ള തിന്മകൾക്കും അധർമ്മങ്ങൾക്കുമെതിരിൽ നമ്മുടെ പൗരസമൂഹം ഉണരേണ്ടതുണ്ട്. വിശിഷ്യ വിശ്വാസി സമാജങ്ങൾ ഉണരുക മാത്രമല്ല, സമരസജ്ജരായി മാറേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണരാൻ തീരുമാനിച്ച ഒരു ജനതയെ വല്ലാതെയൊന്നും കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ്. പ്രതികരണശേഷിയുള്ള ഒരു നാടിനെ, ഒരു പഞ്ചായത്തിനെ, ഒരു ഗ്രാമത്തെ വല്ലാതെയൊന്നും ചൂഷണം ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. ഞങ്ങൾ എറണാകുളം ഭാഗത്തുള്ള ആളുകൾ പറയാറുണ്ട്, പഠിക്കണമെങ്കിൽ വൈപ്പിങ്കരക്കാരെ കണ്ട് പഠിക്കണം എന്ന്. എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഗ്രാമമാണ്. വൈപ്പിങ്കാരുടെ പ്രത്യേകത അവരുടെ പ്രതികരണശേഷിയാണ്, അവരുടെ സമരോത്സുകതയാണ്. ഏതെങ്കിലും ഒരു വാഹനക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ അധികൃതരോ ഒരു തോന്നിയാസം കാണിച്ചിട്ട് വൈപ്പിങ്കരയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അവർ പെട്ടെന്ന് സമരസജ്ജരാകും. വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളടക്കം ചൂലുമെടുത്ത് തെരുവിലിറങ്ങും. അവർ സമരം നടത്തും, വഴിതടയും. ഈ പ്രതികരണശേഷി ഉള്ളതുകൊണ്ട് ആ നാട്ടുകാരെ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഓരോ ഗ്രാമവും ഇത്തരം അധർമ്മങ്ങൾക്കും അനീതികൾക്കും തിന്മകൾക്കുമെതിരിൽ ഉണരുകയും സമരസജ്ജരാവുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. നമ്മുടെ ഗ്രാമത്തിലേക്ക് തിന്മയുടെ ഒരു കേന്ദ്രം വന്നാൽ, നമ്മൾ സംഘടിച്ചുകൊണ്ടതിനെ എതിർത്തു നിന്നാൽ, അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നാൽ തീർച്ചയായും അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. തിന്മകളും അധർമ്മങ്ങളും ചെയ്യുന്നവർ സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തിനാണ് പ്രശ്നമായി തീരുന്നത്. മനുഷ്യരുടെ സമാധാനപൂർണമായ ജീവിതത്തിനാണ് അവർ ഭീഷണിയായി മാറുന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞ ഉപമയുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. കപ്പൽ യാത്രക്കിടയിൽ താഴെത്തട്ടിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ വെള്ളമെടുക്കാൻ എന്ന വാദത്തിൽ
അവർ കപ്പലിന്റെ താഴെത്തട്ട് പൊളിക്കാൻ ശ്രമിച്ചാലോ അവർക്ക് മാത്രമല്ല ദോഷം, കപ്പൽ മുങ്ങുകയാണ് ഫലം. ഈ സമൂഹമാകുന്ന കപ്പൽ മുങ്ങാതെ മുമ്പോട്ട് പോകണമെങ്കിൽ വളരെ വിവേകത്തോടുകൂടി പെരുമാറുവാൻ ഈ സമൂഹത്തിലെ സഞ്ചാരികളായ പൗരസമൂഹത്തിന് സാധിക്കണം. അതിൽ അവിവേകികളായ ആളുകൾ തിന്മകളിലൂടെ അധർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ സൂചിപ്പിച്ചതുപോലെ മുകളിലെ തട്ടിലുള്ളവർ ഇത് താഴെ തട്ടിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രശ്നമാണല്ലോ എന്ന് കരുതി കൈകഴുകരുത്. അവരും അതിൽ ഇടപെടണം. കപ്പലിന്റെ താഴെത്തട്ട് പൊളിക്കാൻ തീരുമാനിച്ച അവിവേകിയുടെ കൈപിടിക്കണം. അങ്ങനെ കൈപിടിച്ചാലോ അവരെല്ലാവരെയും രക്ഷിക്കുകയാണ് ചെയ്യുക. അവർ നിസ്സംഗത കാണിച്ചാലോ സമൂഹത്തിൽ എല്ലാവർക്കും അത് ദോഷകരമായി മാറുകയാണ് ചെയ്യുക. മദ്യപാനികളും വ്യഭിചാരികളും ചൂതാട്ടക്കാരുമൊക്കെ ഈ സമൂഹത്തിന്റെ രോഗമാണ്. ഈ സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തെയാണ് അവർ ബാധിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ശാന്തപൂർണമായ സമാധാനപൂർണമായ ജീവിതത്തിനാണ് അവർ ഭീഷണിയായി മാറുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സമരസജ്ജരാവുകയും ഉണരുകയും ചെയ്യണം. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ ഇച്ഛാശക്തിയും ആത്മാർത്ഥതയൊന്നും ഇന്നൊരു രാഷ്ട്രീയ കക്ഷികൾക്കുമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിലേക്ക് ചൂണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ വിഭാഗങ്ങളും അവരുടെ ഇതപര്യന്തമുള്ള ഈ പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത്തരം ഒരു വിഷയത്തിലും ഇഖ്ലാസ് കാണിച്ച ചരിത്രം നമുക്ക് കാണുകയും അതേത് മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വളരെ നിഷ്പക്ഷമായി വളരെ നീതിപൂർവ്വം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പലതും ചെയ്യാൻ കഴിയും. മദ്യനിരോധം നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. എത്രമാത്രം വലിയ ദുരന്തങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇച്ഛാശക്തിയോടുകൂടി അത്തരമൊരു തീരുമാനമെടുക്കുവാൻ വലിയ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. വിവിധ മതവിഭാഗങ്ങളിൽ അവരുടെ സന്ദേശങ്ങളൊക്കെ അപ്രസക്തമായി മാറുന്ന രീതിയിൽ അവരുടെ അനുചരന്മാർ ഈ തിന്മകളിൽ വ്യാപരിക്കുകയാണ്. മദ്യം വിഷമാണെന്നും അത് കുടിക്കരുതെന്നും അത് ചെത്തരുതെന്നും പറഞ്ഞ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ശ്രീനാരായണൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ആ കത്തി നിങ്ങളൊന്ന് മാറ്റണം, ചെത്തുന്ന കത്തിയുണ്ടല്ലോ, ആ കത്തി കൊണ്ട് ഇന്ന് നമുക്ക് ക്ഷൗരം ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ആർക്കും ഈ വിഷയത്തിൽ നിന്നും ഒരു ആത്മാർത്ഥതയുമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ പൗരസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ്. അതോടൊപ്പം നമ്മൾ പറയണം, നിയമവും ഭരണകൂടവും അധികാരികളും ഒന്നും വിചാരിച്ചാൽ മനുഷ്യനെ ആത്യന്തികമായി അടിസ്ഥാനപരമായി മാറ്റിയെടുക്കാൻ അതൊന്നും പര്യാപ്തമല്ല എന്നും വിശ്വാസി സമാജങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആയിരുന്നെങ്കിൽ എന്നേ ചില നാടുകളൊക്കെ നന്നായിപ്പോയിന്. മദ്യനിരോധമൊക്കെ ഏർപ്പെടുത്തിയ നാടുകളുണ്ടല്ലോ. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അവിടങ്ങളിലെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. ഉദാഹരണമായിട്ട് അമേരിക്കയിൽ പണ്ട് നടപ്പിലാക്കിയ മദ്യനിരോധത്തെ സംബന്ധിച്ച് മഹാനായ ഉസ്താദ് യൂസുഫുൽ ഖർളാവി അദ്ദേഹത്തിന്റെ അൽ ഈമാൻ വൽ ഹയാത്ത് എന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് മൗദൂദിയെ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കണക്കുദ്ധരിക്കുന്നുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മദ്യനിരോധം നടപ്പിലാക്കിയതിന്റെ കഥ പറയുന്നു. ജനങ്ങളെ ഈ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വളരെ കാര്യമായി ഗവൺമെന്റ് പരിശ്രമിച്ചു. മദ്യവിരുദ്ധ പ്രചാരണം, ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് പഴയ കണക്കുദ്ധരിക്കുകയാണ്. മദ്യവിരുദ്ധ പ്രചാരണം നടത്താൻ വേണ്ടി $60 മില്യൺ ഗവൺമെന്റ് ഉപയോഗിച്ചു. ജനങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രസിദ്ധീകരണങ്ങൾ, ആ പ്രസിദ്ധീകരണങ്ങൾ 10 ബില്യൺ പേജുകൾ. 4 കൊല്ലത്തെ മദ്യനിരോധനം നടപ്പിലാക്കുവാൻ വേണ്ടി 250 മില്യൺ പൗണ്ട് ഗവൺമെന്റ് ചെലവഴിച്ചു. ഈ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് 300 ആളുകൾ വധിക്കപ്പെട്ടു. 5,32,335 പേർ തടവിലാക്കപ്പെട്ടു. 404 മില്യൺ പൗണ്ട് സ്വത്ത് കുറ്റവാളികളിൽ നിന്ന് കണ്ടുകെട്ടി. ഇങ്ങനെയൊക്കെ മദ്യത്തെ സമൂഹത്തിൽ നിന്ന്, അമേരിക്കൻ ജനതയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അമേരിക്കൻ ജനതക്ക് മദ്യത്തോടുള്ള ആർത്തി കുറഞ്ഞില്ല. ഈ തിന്മ ഇല്ലാതാവുകയല്ല ചെയ്തത്, അവിടെ വളരുകയും വർദ്ധിക്കുകയുമാണ് ചെയ്തത്. ഒടുവിൽ 1933 മദ്യനിരോധനം പിൻവലിക്കാൻ ഭരണകൂടം നിർബന്ധിതരായി എന്ന് പറയുന്നു.
ഞാൻ സൂചിപ്പിക്കുന്നത്, ഭരണകൂടം വിചാരിച്ചാലോ നിയമങ്ങൾ കൊണ്ടോ അധികാരദണ്ഡുകൊണ്ടോ സാമൂഹ്യ തിന്മകളെ പരിപൂർണമായി ഇല്ലാതാക്കുക സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യനെ അടിസ്ഥാനപരമായി മാറ്റിയെടുക്കുവാൻ ഇതുകൊണ്ടൊന്നും സാധ്യമല്ല. ചിലതൊക്കെ ചെയ്യാൻ കഴിയും, മറ്റു ചിലതിനോടൊപ്പം വരുമ്പോൾ അത് ഫലപ്രദമാകും എന്ന് മാത്രം. നമുക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യനിരോധനം നടപ്പിലാക്കി. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി നിയോഗിതനാകുന്ന സമൂഹത്തിൽ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവരേറ്റവും വഴിപിഴച്ച ജനതയായിരുന്നു. അവർ മദ്യപാനത്തിന്റെ അഡിക്റ്റുകളായിരുന്നു. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, ജാഹിലിയ കാലത്തെ കവികളൊക്കെ, മഹാകവികളൊക്കെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ നിങ്ങൾ കുഴിച്ചിടേണ്ടത് ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിലാകണം, എന്നിട്ട് ആ മുന്തിരിക്കള്ളുണ്ടല്ലോ അത് ഞങ്ങളുടെ നിരമ്പിച്ച അസ്ഥികൾക്ക് വീര്യം പകരട്ടെ എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന മഹാകവികളുണ്ടായിരുന്നു. ജാഹിലിയ കാലത്തെ മഹാകവി ഇമ്രുൽ ഖൈസ്, അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചു എന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ ഭയങ്കരമായി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമ്രുൽ ഖൈസിനോട് ആരോ പറഞ്ഞു, താങ്കളുടെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നിപ്പോൾ ലഹരി, നാളെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുടി തുടരുകയാണ് ചെയ്തത് എന്ന്. വിശദീകരിക്കുന്നില്ല. മദ്യപാനമില്ലാത്ത ആളുകൾ ആ സമൂഹത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന ആളുകളായിരുന്നു. ചരിത്രത്തിൽ അപൂർവ വസ്തുക്കളാണവർ. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ സമൂഹം മൊത്തത്തിൽ മദ്യപിച്ചിരുന്നു, സ്ത്രീകളടക്കം മദ്യപിച്ചിരുന്നു. ആ സമൂഹത്തിൽ മദ്യപിക്കാതിരുന്ന ആളുകൾ വളരെ വിരളമായിരുന്നു, വിരലിലെണ്ണാവുന്നവരായിരുന്നു എന്ന്. ഈ സമൂഹത്തിലേക്കാണ് പ്രവാചകൻ വരുന്നത്. ഞാൻ വന്നത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന മഹാനായ പ്രവാചകൻ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ പ്രവാചകൻ ആ സമൂഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഫലപ്രദമായ ബോധവൽക്കരണമായിരുന്നു. ഫലപ്രദമായ ബോധവൽക്കരണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് മനുഷ്യന് ബോധ്യം നൽകുന്ന വിശദീകരണം, പടച്ചതമ്പുരാനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ, നാളെ നിന്റെ ഖബറിൽ നിന്നാണ് നീ എഴുന്നേൽപ്പിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ ബോധം അവരുടെ ആ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊണ്ടുള്ള ഫലപ്രദമായ ബോധവൽക്കരണത്തിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മാറ്റിയെടുത്തത് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ഭരണകൂടങ്ങളുടെ ബോധവൽക്കരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം. എന്താ ഗവൺമെന്റിന്റെ പരസ്യം? എയ്ഡ്സിനെതിരെ ബോധവൽക്കരിക്കും. നിങ്ങൾ ലൈംഗികമായിട്ട് എന്ത് തോന്നിയാസവും കാണിച്ചോളൂ, പക്ഷേ പരിചിതരോട് മാത്രമേ പാടുള്ളൂ. നിങ്ങളത് ആ വൃത്തികേട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറ ഉപയോഗിക്കണം. നല്ല ബോധവൽക്കരണമാണല്ലോ. വ്യഭിചാരത്തിനെതിരെയുള്ള ബോധവൽക്കരണം, പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണം, മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണം. ഇത്തരം ഒരു ബോധവൽക്കരണത്തിലൂടെയല്ല മഹാന്മാരായ പ്രവാചകന്മാരും പരിഷ്കർത്താക്കളും സമൂഹത്തെ മാറ്റിയെടുത്തത്. മറിച്ച് ആ സമൂഹത്തിൽ അടിസ്ഥാനപരമായി ദൈവബോധമുണ്ടാക്കിക്കൊണ്ട്, ധർമ്മബോധമുണ്ടാക്കിക്കൊണ്ട്, നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചുമുള്ള മഹത്തായ വീക്ഷണങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട്, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അലീം, ഒരു മഹാദിനം വരാനിരിക്കുന്നു, ആ ദിവസത്തിൽ നിങ്ങൾ പ്രപഞ്ചനാഥന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്ന ബോധം ആ സമൂഹത്തിൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രവാചകനോട് മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ജനങ്ങളോട് റസൂലേ താങ്കൾ പറഞ്ഞു കൊടുക്കണം, രണ്ടിലും ഭയങ്കരമായ തിന്മകളുണ്ട്, പാപങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. പക്ഷേ വമനാഫിഉ ലിന്നാസ്, ചില്ലറ പ്രയോജനങ്ങളുമുണ്ട്. മദ്യപാനത്തിലും ചൂതാട്ടത്തിലും അടക്കം ചില്ലറ പ്രയോജനങ്ങളുമുണ്ട്. ചില്ലറ പ്രയോജനം പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റും അതിനെ ന്യായീകരിക്കുന്നവരും പലപ്പോഴും ആ ചില്ലറ പ്രയോജനങ്ങളെയാണ് പർവ്വതീകരിച്ച് കാണിക്കാറുള്ളത്. അത് പടച്ചവനറിയാം. വമനാഫിഉ ലിന്നാസ്, ചില്ലറ പ്രയോജനങ്ങളുണ്ടതിൽ, പക്ഷേ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ആ പ്രയോജനം എന്ന് പറയുന്നത് അതിന്റെ ഉപദ്രവങ്ങളെക്കാൾ എത്രയോ നിസ്സാരമാണ്. അഥവാ അതുവഴി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കണം, ഇതൊരു നല്ല വിഭവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചു. ലാ തഖറബു സ്വലാത്ത വഅന്തും സുകാറ, ചുരുങ്ങിയത് ആരാധനയുടെ സന്ദർഭങ്ങളിലെങ്കിലും
നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലെങ്കിലും. ഇപ്പൊ സഹാബത്ത് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് മദ്യപിക്കാത്ത ഒരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ അതല്ലാത്ത സമയങ്ങളിൽ അവർക്ക് നിഷിദ്ധമല്ലല്ലോ എന്ന് കരുതി സഹാബത്തിൽ ബഹുഭൂരിപക്ഷവും മദ്യപിച്ചിരുന്ന അത്രയും മദ്യപാനത്തിന് അഡിക്റ്റുകളായിരുന്ന ഒരു സമൂഹം. പരലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ തിന്മയുടെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുശ്രികു ബില്ലാഹി ശൈഅൻ വ ഇൻ ഖുത്തിഅത വ ഹുർരിഖത. ഒരു കാരണവശാലും നീ ശിർക്ക് ചെയ്യരുത്. നീ തീയിൽ ദഹിപ്പിക്കപ്പെട്ടാലും, നിന്നെ അംഗച്ഛേദം ചെയ്ത് നിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയാലും ഒരിക്കലും നീ ശിർക്ക് ചെയ്തു പോകരുത്. വലാ തത്റുക സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ. മനഃപൂർവ്വം നിർബന്ധ നമസ്കാരങ്ങൾ നീ ഒഴിവാക്കരുത്. ഫമൻ തറകഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅത മിൻഹു ദിമ്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിർബന്ധ നമസ്കാരങ്ങൾ ആരെങ്കിലും ബോധപൂർവ്വം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഒഴിവായി. വളരെ ഗൗരവമുള്ള വാക്കാണ്. മൂന്നാമത് പറഞ്ഞു, വലാ തശ്റബിൽ ഖംർ. ഒരിക്കലും നിങ്ങൾ മദ്യം കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ. അതെല്ലാ തിന്മകളുടെയും താക്കോലാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിനോട് ചേർത്താണ് പറയുന്നത്, ശിർക്കിനോട് ചേർത്ത് പറയുന്നു, നമസ്കാരത്തോട് ചേർത്ത് പറയുന്നു. നിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയാലും നിന്നെ അഗ്നിനാളങ്ങളിലിട്ട് ദഹിപ്പിച്ചു കളഞ്ഞാലും ഒരിക്കലും നീ ശിർക്കിന്റെ ഭാഗത്തേക്ക് പോകരുത്. അള്ളാഹുവിനുള്ള അധികാരാവകാശങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കരുത്. അത് ഏറ്റവും ഗുരുതരമായ പാപമാണ്. ഇന്ന ശിർക്ക് ലദുൽമുൻ അലീം. പിന്നെ പറഞ്ഞു, നിർബന്ധ നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങളെ ബോധപൂർവ്വം ഒഴിവാക്കിയാൽ അത് കുഫറാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. നിന്റെ ബാധ്യതയിൽ നിന്ന് അല്ലാഹു ഒഴിവായി. വളരെ ഗൗരവത്തിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞത് വലാ തശ്റബിൽ ഖംർ. നിങ്ങൾ മദ്യപിക്കരുത്. കാരണം ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ. എല്ലാ തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കുമുള്ള താക്കോലാണത്. ലാ യസാലുൽ അബ്ദു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യശ്റബിൽ ഖംർ. മദ്യപിക്കാത്ത കാലത്തോളം ഒരു അടിമ അല്ലാഹുവിന്റെ ദീനിലായിരിക്കും. ഫൈദാ ശരിബഹാ ഖറഖല്ലാഹു അൻഹു സത്റഹു. അഥവാ അവൻ മദ്യപാനിയായാലോ അല്ലാഹു ആ മറ അങ്ങോട്ട് പൊളിച്ചു കളയും. പ്രവാചകൻ പറയും, അല്ലാഹു ആ മറ പൊളിച്ചു കളയും. വകാന ശൈത്താനു വലിയുഹു. അതോടുകൂടി പിന്നെ അവന്റെ കൂട്ടുകാരനായി, അവന്റെ രക്ഷാധികാരിയായി ശൈത്താനാണ് വരിക. വസംഅഹു വബസറഹു വറജുലുഹു. അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കാൽപാദങ്ങളും പിശാചായിത്തീരും. മഹാനായ പ്രവാചകൻ മദ്യപാനികളെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളൊരു മദ്യപാനിയുടെ ജീവിതം നിരീക്ഷിക്കൂ, അയാളുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കൂ. പ്രവാചകൻ പറഞ്ഞ് നമുക്ക് ബോധ്യമാകും. അയാൾ മദ്യത്തിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തിന്മകൾക്കും ഒരു മടിയില്ലാത്തവനായി. മദ്യപിക്കാൻ പൈസയില്ലെങ്കിൽ ഒരുപക്ഷെ ഭാര്യയുടെ കെട്ടുതാലി പൊട്ടിച്ചുകൊണ്ടവൻ പോയെന്ന് വരും. ഒരുപക്ഷെ മക്കളെ അപകടപ്പെടുത്തിയെന്ന് വരും. സമൂഹത്തിന് ഏറ്റവും ദോഷകരമായ സംഗതികളും നിർലജ്ജം നിർഭയം ചെയ്യാൻ അവൻ സന്നദ്ധനായി എന്ന് വരും. അവന്റെ കാലുകൾ, പ്രവാചകൻ പറയുകയാണ്, യസൂഖുഹു ഇലാ കുല്ലി ശർരിൻ. അവന്റെ വലിയായി വരുന്ന ഈ പിശാച് അവനെ തിന്മയുടെ മാർഗങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകും. എല്ലാ ധർമ്മങ്ങളിലേക്കും അവനെ നയിക്കും. യസ്രിഫു അൻ കുല്ലി ഖൈരിൻ. അതുപോലെ എല്ലാ നന്മകളിൽ നിന്നും അവനെ തടയുകയും ചെയ്യും. അത്തരമൊരു സ്ഥിതിയിലേക്ക് മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും താക്കോൽ, അതാണ് മദ്യപാനം എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. റസൂലുള്ളാഹി ഒരു കഥ പറഞ്ഞു ഒരിക്കൽ. ഇന്ന മലികം മിൻ മുലൂകി ബനി ഇസ്രായേൽ. ഇസ്രായേലിൽപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. അഖദ റജുലൻ. അയാൾ സാത്വികനായ ഒരു മനുഷ്യനെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഫഖയ്യറഹു ബൈന അൻ യശ്റബൽ ഖംർ. അദ്ദേഹത്തെ നിർബന്ധിച്ചു. സാത്വികനായ മനുഷ്യൻ ആ നല്ലവനെ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ നീ മദ്യപിക്കണം, ഔ യഖ്തുല നഫ്സൻ, അല്ലെങ്കിൽ കൊല ചെയ്യണം, ഔ യസ്നി, അല്ലെങ്കിൽ വ്യഭിചരിക്കണം, ഔ യഅകുല ലഹ്മ ഖിൻസീർ, അല്ലെങ്കിൽ പന്നിമാംസം തിന്നണം. 4 ഓപ്ഷൻ അയാളുടെ മുമ്പിൽ. രാജാവ് പറയുകയാണ്, നിർബന്ധിതനാണ്. ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്തില്ലെങ്കിൽ ഔ യഖ്തുലുഹു, കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി ഒരു രാജാവ്. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? സാത്വികനായ മനുഷ്യൻ ചിന്തിച്ചു. വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ, കൊലപാതകത്തെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ, പന്നിമാംസം അത് ചിന്തിക്കുമ്പോൾ തന്നെ പ്രയാസമാണ്. അവസാനം അദ്ദേഹം ഇത് എന്നിലൊതുങ്ങുന്ന ഒരു സംഗതിയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഫഖ്താറ ഖംറ, മദ്യപിക്കാൻ അയാൾ തീരുമാനിച്ചു. അപ്പോഴോ ഇന്നഹു ലമ്മാ ശരിബൽ ഖംറ, അദ്ദേഹം മദ്യപിച്ചു കഴിഞ്ഞപ്പോഴോ ലം യംതനി മിൻ ശൈഇൻ അറാദൂഹു മിൻഹു, അദ്ദേഹത്തെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കണം എന്നിവർ വിചാരിച്ചു.
ആ എല്ലാ തിന്മകളും അദ്ദേഹം ചെയ്തു. അദ്ദേഹം വ്യഭിചരിച്ചു, കൊല നടത്തി, പന്നിമാംസം തിന്നു, എല്ലാം മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ അധർമ്മങ്ങളിലേക്കുമുള്ള താക്കോലാണ് മദ്യപാനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മദ്യത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് മയക്കുമരുന്നിന് ബാധകമാണ്, ലഹരി വസ്തുക്കൾക്ക് ബാധകമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് പറഞ്ഞതുപോലെ അൽ ഖംറു മാ ഖാമറൽ അഖല, ബുദ്ധിയെ മറയ്ക്കുന്നതാണ് മദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിയെ മയക്കുന്നതാണ്, നമ്മുടെ ബുദ്ധിയെ അപകടപ്പെടുത്തുന്നതാണ്, നമ്മുടെ ബോധം നഷ്ടപ്പെടുത്തുന്നത്, അതാണ് മദ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മദ്യം മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാമുൻ. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ലഹരിയുണ്ടാക്കുന്ന, ബുദ്ധിയെ മയക്കിക്കിടത്തുന്ന ആ വസ്തു അല്ലെങ്കിൽ മദ്യം അത് കൂടിയ അളവിൽ ലഹരി ബാധിപ്പിക്കുന്നതാണെങ്കിൽ ഫഖലീലുഹു ഹറാമും, അതിന്റെ ഏറ്റവും ചെറിയ അളവും ഇസ്ലാമിൽ നിഷിദ്ധം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആ സമൂഹത്തിൽ ഫലപ്രദമായ ബോധവൽക്കരണം നടത്തിയ അല്ലാഹുവിന്റെ പ്രവാചകൻ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, ഖബറിൽ അനുഭവിക്കാനുള്ള ശിക്ഷകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി, പരലോകത്ത് അനുഭവിക്കാനുള്ള നരകശിക്ഷകളെക്കുറിച്ച് അവരെ വർണ്ണിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഈ ദൂഷ്യത്തിന്റെ ദുരന്തത്തെ സംബന്ധിച്ച് പ്രവാചകൻ ബോധവൽക്കരിച്ചു. അങ്ങനെയാണ് സമൂഹത്തെ മാറ്റിയെടുത്തത് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ മനസ്സുകൾ പാകപ്പെടുത്തിയെടുത്ത ആ മണ്ണിലേക്കാണ് പിന്നീട് നിയമം വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനോ, അന്തിമമായ വിധിപ്രഖ്യാപനം. യാ അയ്യുഹല്ലദീന ആമനോ, പടച്ചവനെ തിരിച്ചറിഞ്ഞ സമൂഹമേ, അല്ലാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ച സമൂഹമേ, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന സമൂഹമേ, ഖബറും സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന സമൂഹമേ, യാ അയ്യുഹല്ലദീന ആമനോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. നിങ്ങൾ അറിയണം, ഈ മദ്യം, അതുപോലെ ലോട്ടറി, ചൂതാട്ടം, അതുപോലെ ഭാഗ്യം നോക്കുന്ന അമ്പുകൾ, പ്രതിഷ്ഠകൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ റിജ്സും മിൻ അമലി ശൈത്താൻ, റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചിക വൃത്തികളിൽപ്പെട്ട അധർമ്മങ്ങൾ, മാലിന്യങ്ങളാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഫജ്തനിബു, അതുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം ഒഴിവാക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഈ മദ്യത്തിലൂടെ, ഈ ലോട്ടറിയിലൂടെ, ഈ ചൂതാട്ടത്തിലൂടെ എന്താണ് പിശാച് ഉദ്ദേശിക്കുന്നതെന്നറിയുമോ? നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും വളർത്തിയെടുക്കാനാണ് അവന്റെ ശ്രമം. കാരണം നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണല്ലോ അവൻ. വയസുദ്ധക്കും എന്തിക്കില്ല, ഇതിനൊന്നും വിശദീകരണം വേണ്ടതില്ല. ദിവസവും പത്രം വായിച്ചാൽ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മദ്യവും ചൂതാട്ടവും മനുഷ്യ സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുന്ന പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും വൃത്തികേടുകളുടെയും വാർത്തകൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇതെല്ലാം, ഈ മദ്യവും ചൂതാട്ടവും ഇതാണ് പിശാചിലൂടെ ഉദ്ദേശിക്കുന്നത്. വയസുദ്ധക്കും എന്തിക്കില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലെന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ. വഅനിസ്സലാത്തി, നമസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. ഇത്തരം തിന്മകൾക്ക് അഡിക്റ്റായ മനുഷ്യർ ദിക്റുള്ളയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും അവരകന്നു നിൽക്കുന്നവരായിരിക്കും. അതുപോലെ പകയും വിദ്വേഷവും വളരുന്ന ഒരുപാട് സംഗതികളിൽ അവർ പങ്കാളികളായിരിക്കും. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയെങ്കിലും നിങ്ങൾ വിരമിക്കുമോ? അല്ലാഹുവിന്റെ ചോദ്യം. ഫഹൽ അൻതും മുൻതഹൂൻ, സമൂഹമേ, ഇനിയെങ്കിലും നിങ്ങൾ വിരമിക്കുമോ? സത്യവിശ്വാസികളുടെ സമൂഹമേ, യാ അയ്യുഹല്ലദീന ആമനോ, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന, പടച്ചവനിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, സ്വർഗനരകങ്ങൾ യാഥാർത്ഥ്യമാണെന്നറിയുന്ന, ഈ നിമിഷം മരിച്ചാൽ അടുത്ത നിമിഷം എന്റെ ആഖിറത്ത് ആരംഭിക്കുമെന്ന് ബോധ്യമുള്ള സമൂഹമേ, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയെങ്കിലും നിങ്ങൾ വിരമിക്കുമോ ഈ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ സൂറത്തുൽ മാഇദയിൽ 91-ാമത്തെ വചനത്തിൽ ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു സമൂഹത്തെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. ആ സമൂഹം പറഞ്ഞു, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു തമ്പുരാനെ. ഇൻതഹൈനാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു, നിർത്തിയിരിക്കുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചിലരപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചിലരപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം അത് വലിച്ചെറിയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ തൽഹക്ക് കള്ളുഷാപ്പുണ്ടായിരുന്നു, മദീനയിൽ ഒരു ബാറുണ്ടായിരുന്നു. ഈ വിവരം പറഞ്ഞുകൊണ്ട്, ഈ വിളംബരം നടത്തിക്കൊണ്ട് പ്രവാചകന്റെ ദൂതൻ അങ്ങനെ കടന്നുപോകുന്നത് അറിഞ്ഞപ്പോൾ മഹാനായ അബൂ തൽഹ പറഞ്ഞു, എല്ലാം പൊട്ടിച്ചൊഴുക്കുക. മദീനയുടെ തെരുവീഥികളിലൂടെ മദ്യത്തിന്റെ പുഴയൊഴുകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, കുടിച്ചുപോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കൈയിട്ടുകൊണ്ട്, വിരലിട്ടുകൊണ്ട് ഛർദ്ദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പ്രാണം പോകുമല്ലോ, മരിച്ചു പോകുമല്ലോ എന്ന് കൂടെയുള്ളവർ പറയുമ്പോൾ
അദ്ദേഹത്തിന്റെ പ്രതികരണം, അള്ള വിലക്കിയ ഒരു സംഗതിയുടെ അംശം പോലും എന്റെ ആമാശയത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞ് മദീനയുടെ തെരുവോരത്തിരുന്ന് ഛർദ്ദിക്കാൻ ശ്രമിക്കുന്ന ഒരു മദ്യപാനിയെ നമ്മൾ കാണുകയാണ്. എത്ര പഴകിയ ശീലമാണെങ്കിലും, എത്ര അഡിക്റ്റായ മനുഷ്യനാണെങ്കിലും, ഒരു അഡിക്ഷൻ സെന്ററിലും പിന്നെ അത്തരം സെന്ററുകളിൽ പോവാതെ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ചികിത്സ ചെയ്യാതെ തന്നെ ഈമാനാകുന്ന അത്ഭുതം കൊണ്ട് ഇത്തരം ഏത് ദുശ്ശീലങ്ങളിൽ നിന്നും പിന്മാറാമെന്ന് ചരിത്രത്തെ ബോധ്യപ്പെടുത്തിയ മനോഹരമായ ഒരു സമുദായത്തിന്റെ ചിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിവർത്തിവെക്കുന്നത്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഫലപ്രദമായ ബോധവൽക്കരണം. ആ ബോധവൽക്കരണത്തോടൊപ്പം പടച്ചവനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്ത ഉജ്ജീവിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അവിടെയാണ് പിന്നെ നിയമം നടപ്പിലാക്കുന്നത്. പാകപ്പെടുത്തിയ ഒരു വയലിൽ നമ്മൾ വിത്തുകൾ വിതക്കുന്നത് പോലെ അങ്ങനെയാണ് അവിടെ നിയമം നടപ്പിലാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിയമത്തിന്റെ കണ്ണിൽപ്പെട്ടില്ലെങ്കിലും കുറ്റവാളിയായ മനുഷ്യൻ ന്യായാധിപന്റെ മുമ്പിൽ വന്നുകൊണ്ട് തുഹിർനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ ശുദ്ധീകരിക്കണം. മദ്യപാനത്തെ 40 അടിയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയത്. ഞാൻ അറിയാതെ മദ്യപിച്ചു, ആരും കണ്ടിട്ടില്ല. എന്റെ വീടിന്റെ ഉള്ളിലിരുന്നാണ് ഞാൻ മദ്യപിച്ചത്. പക്ഷേ എന്നെ ശിക്ഷിക്കണം. ആ 40 അടി ചാട്ടവാറ് കൊണ്ട് ഏറ്റുവാങ്ങാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം ഇത് വാങ്ങാതെ, ഈ നിയമത്തിലെ ശിക്ഷ വാങ്ങാതെ പരലോകത്ത് ചെന്നാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? കാരണം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. മഹാനായ ഉമർ ഫാറൂഖിന്റെ കാലമെത്തിയപ്പോൾ കുറച്ചും കൂടി കർശനമാക്കി. ചാട്ടവാറ് കൊണ്ട് 40 അടി എന്നുള്ളത് 80 അടിയാക്കി മാറ്റി. കാലഘട്ടങ്ങളിൽ ഭരണാധികാരികൾക്ക് അങ്ങനെ ചെയ്യാം. ആ സമൂഹത്തിന്റെ അവസ്ഥയനുസരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്ന നിലയിൽ ശിക്ഷകൾ നടപ്പിലാക്കാൻ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്ത ഒരു മണ്ണിലാണ് ഹൃദയത്തിൽ ഒന്നാമതായി ഇത്തരം ദുശ്ശീലങ്ങൾ വിഭാടനം ചെയ്തതിനു ശേഷമാണ് പുറത്തെ മാറ്റങ്ങൾ ഉണ്ടായത്. ഇത്തരത്തിൽ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരിക്കണം വിശിഷ്യ സത്യവിശ്വാസികളുടെ സമാജം നിർവഹിക്കേണ്ടത്. കാരണം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട ഉദാത്ത സമൂഹമാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ സംബന്ധിച്ച് പറയുന്നു. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, എല്ലാവിധ അധർമ്മങ്ങളുടെയും അടിവേറിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, എല്ലാവിധ നന്മകളെയും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം. ഈ അവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കുവാൻ രാജ്യം, സമൂഹം, ജനങ്ങൾ ഏറ്റവും വലിയ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ കുഗ്രാമങ്ങളിലേക്കും ബാറുകളും കള്ളുഷാപ്പുകളും ചൂതാട്ട കേന്ദ്രങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതിനനുകൂലമായ സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉണരുന്ന ഒരു ജനതയായി മാറാൻ, അവരുടെ മുമ്പിൽ നടക്കുവാൻ സത്യവിശ്വാസികളുടെ സമാജത്തിന് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ശരികളെ പിന്തുടരാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.